നമസ്കാരം. ഭാരതത്തിന്റെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം നെഹ്റുവിയൻ കാലഘട്ടത്തിലാണ്. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, സിക്കിം, അതുപോലെ ത്രിപുര, ഇവിടങ്ങളിലൊക്കെ ധാരാളം എത്തനിക് ഗ്രൂപ്പുകളുണ്ട്, അഥവാ വംശീയ ഗ്രൂപ്പുകളുണ്ട്. അത് മതപരമായ ഗ്രൂപ്പുകളല്ല. കാരണം ഈ ഓരോ വംശീയ ഗ്രൂപ്പിലും എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നാഗന്മാരുണ്ട്, ബൗദ്ധരുണ്ട്. ഈ അടുത്ത കാലത്ത് ധാരാളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മണിപ്പൂർ കലാപം. അതും അവിടുത്തെ രണ്ട് വംശീയ ഗ്രൂപ്പുകൾ തമ്മിൽ നടന്ന കലാപമായിരുന്നു. അതുപോലെ തമ്മിൽ തല്ലിക്കഴിയുന്ന ഏതാണ്ട് 220-ലധികം വംശീയ ഗ്രൂപ്പുകൾ ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലെത്തിയ നെഹ്റുവിന് നോർത്ത് ഈസ്റ്റിലെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല. അവിടെ നടന്നിരുന്ന പല ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും നെഹ്റുവിന് ബോധ്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറിമാർ വൻതോതിൽ മതം മാറ്റം നടത്തിയിരുന്നു, ഇന്നും നടത്തുന്നു. വംശീയ ഗ്രൂപ്പുകൾക്കിടയിൽ നടത്തുന്ന ഈ മതം മാറ്റം തന്നെ വലിയ കലാപങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നെഹ്റുവിനെ സംബന്ധിച്ച് നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളെ ആയിരുന്നില്ല. യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ വോട്ട് ബാങ്ക് ആയിരുന്നു നെഹ്റുവിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രയോറിറ്റി. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പല പോളിസീസും നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനേക്കാൾ ഉപരി അതിനെ കൂടുതൽ വഷളാക്കുകയാണ് ഉണ്ടായത്. ചില വംശീയ ഗ്രൂപ്പുകളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് നെഹ്റുവാണ്. ഇന്നത് തിരിഞ്ഞുകുത്തുന്നു. അവിടെ ഏതാണ്ട് 220ഓളം വംശീയ ഗ്രൂപ്പുകളുണ്ട്. അവർക്കെല്ലാം ഇന്ന് പ്രത്യേകം സംസ്ഥാനം വേണം. നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് തുടങ്ങി വെക്കുന്നത് നെഹ്റുവാണ്. നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റുകളെല്ലാം ചെറിയ ചെറിയ സ്റ്റേറ്റുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേഘാലയ, ത്രിപുര, സിക്കിം, മണിപ്പൂർ, ഇതൊക്കെ നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പം മാത്രമുള്ള സംസ്ഥാനങ്ങളാണ്. ഇങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് നെഹ്റുവാണ്. ഇപ്രകാരം ഓരോരോ വംശീയ ഗ്രൂപ്പിനും പ്രത്യേകം സംസ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം അവർക്ക് നല്ല ഭരണം കൊടുക്കാമായിരുന്നു. നോർത്ത് ഈസ്റ്റിലെ നീതിന്യായ വ്യവസ്ഥ നല്ലതാക്കാമായിരുന്നു. അവർക്ക് സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും ആരോഗ്യവും കണക്ടിവിറ്റിയും ഒക്കെ കൊടുക്കാമായിരുന്നു. ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ ചെയ്തിരുന്നുവെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഇന്ന് സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ അതൊക്കെ ചെയ്യണമെങ്കിൽ ദീർഘവീക്ഷണമുള്ള നേതാക്കൾ ഉണ്ടാവണം, നിസ്വാർത്ഥരായ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം. നെഹ്റുവിന്റെ ഫോക്കസ് ഇതിലൊന്നും ആയിരുന്നില്ല. സ്വാർത്ഥരും അഴിമതിക്കാരുമായ ഉദ്യോഗസ്ഥർ നോർത്ത് ഈസ്റ്റിലെ ബ്യൂറോക്രസിയിൽ സുരക്ഷിതമായി നെഹ്റുവിന്റെ കാലത്ത് തുടർന്നു. നെഹ്റുവിയൻ സോഷ്യലിസം കാരണം നോർത്ത് ഈസ്റ്റിലടക്കം ഒരിടത്തും സ്വകാര്യ സംരംഭങ്ങളോ വിദേശ നിക്ഷേപങ്ങളോ നടന്നില്ല. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ മുഴുവൻ സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെടുത്തി 90% ഫണ്ടും കേന്ദ്ര ഗവൺമെന്റ് നൽകുവാൻ തുടങ്ങി. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യത്തിൽ മാത്രം കഴിയുന്ന കുറച്ച് സംസ്ഥാനങ്ങളെ ഉണ്ടാക്കിയെടുത്തു. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് മുഴുവൻ അവിടുത്തെ രാഷ്ട്രീയക്കാരും കോൺട്രാക്ടേഴ്സും ബ്യൂറോക്രസിയും ചേർന്ന് വീതിച്ചെടുത്തു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് വരെ തഴയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഭാരതത്തിന്റെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. അവർക്ക് റോഡ് ഉണ്ടായിരുന്നില്ല, വെളിച്ചമുണ്ടായിരുന്നില്ല, ട്രെയിനില്ല, എയർപോർട്ടില്ല. അങ്ങനെ ആധുനിക മനുഷ്യന് വേണ്ട യാതൊന്നുമില്ലാത്ത ഒരു പ്രദേശമായി നോർത്ത് ഈസ്റ്റേൺ റീജിയനെ മാറ്റിയെടുത്തത് നെഹ്റുവിയൻ പോളിസിയാണ്, നെഹ്റുവിന്റെ സോഷ്യലിസമാണ്. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ മെമ്പറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.